നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിയമങ്ങൾ കടുപ്പിച്ച് സൗദിയിൽ ആഹാര നിർമ്മാണത്തിലെ വീഴ്ചയ്ക്ക് ഇനി മുതൽ കനത്ത പിഴ ഈടാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കാലാവധി കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ വിറ്റാൽ പിഴ ഈടാക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പിഴ സംഖ്യ കുത്തനെ കൂട്ടിയിരിക്കുന്നത് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയാണ്. ആഹാരത്തിന്റെ സുരക്ഷയുടെയും കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ചാണ് സൗദി ഫുഡ് ആൻഡ് ഡ്രിങ്ക് അതോറിറ്റി പിഴത്തുക കൂട്ടിയിരിക്കുന്നത്. പിഴ ഈടാക്കുന്നത് 3 തട്ടുകളായി സ്ഥാപനങ്ങളെ തരംതിരിച്ചാണ്. ആഹാരത്തിൽ മായം ചേർത്താലോ നിരോധിത വസ്തുക്കൾ ഉപയോഗിച്ചാലോ പിഴ 5 ലക്ഷം റിയാൽ ആയിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് ഇത് ബാധകമാണ്. ഇടത്തരം സ്ഥാപനങ്ങൾ 4 ലക്ഷം റിയാൽ പിഴ നൽകണമെന്നാണ് പുതിയ വ്യവസ്ഥ പ്രകാരം നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ചെറുകിട സ്ഥാപനങ്ങളാകട്ടെ 3 ലക്ഷം റിയാലാണ് പിഴ കൊടുക്കേണ്ടത്. കാലാവധി കഴിഞ്ഞ വസ്തുക്കൾ വിറ്റാലും പിഴ നൽകേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. പുതുക്കിയ പട്ടിക പ്രകാരം ഹൈപ്പർ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള വലിയ സ്ഥാപനങ്ങൾക്ക് 20,000 റിയാൽ ആയിരിക്കും പിഴ ഈടാക്കുന്നത്. ഇടത്തരം സ്ഥാപനങ്ങൾക്ക് 16,000 റിയാൽ അടയ്ക്കേണ്ടി വരും. ബക്കാലകൾ ഉൾപ്പെടെയുള്ള ചെറുകിട സ്ഥാപനങ്ങൾക്ക് 12,000 റിയാൽ ആയിരിക്കും പിഴയായി അടയ്ക്കേണ്ടി വരിക. ഫുഡ് ആൻഡ് ഡ്രിങ്ക് അതോറിറ്റിയാണ് പുതുക്കിയ പട്ടിക പ്രസിദ്ധീകരിച്ചത്. സെപ്റ്റംബർ 15-നകം ഇതിലേക്ക് അഭിപ്രായങ്ങളോ എതിർപ്പോ ഉള്ളവർക്ക് അറിയിക്കാം എന്ന സാഹചര്യമാണ്. അല്ലാത്തപക്ഷം നിയമം പ്രാബല്യത്തിൽ വരുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം സൗദിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി നോക്കാം. കേരള സർക്കാർ സ്ഥാപനമായ ഒഡെപെക് മുഖേന സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് വനിതാ നഴ്സുമാരെ നിയമിക്കുന്നു. ഇന്റർവ്യൂ 2024 സെപ്റ്റംബർ അവസാന വാരം മുംബൈയിൽ വെച്ച് നടക്കും. അപേക്ഷകർ നഴ്സിംഗിൽ BSc, പോസ്റ്റ് BSc, MSc എന്നിവയിൽ ഏതെങ്കിലും യോഗ്യത നേടിയവരും 2 വർഷം നഴ്സിംഗ് തൊഴിൽ പരിചയമുള്ളവരുമായിരിക്കണമെന്നാണ് വ്യവസ്ഥ. അഡൽട്ട് ഓങ്കോളജി, നഴ്സിംഗ്, ഡയാലിസിസ്, എമർജൻസി റൂം, അഡൽട്ട് ICU, നിയോനാറ്റൽ ICU, നെർവ്സ്, ഓപ്പറേഷൻ തിയേറ്റർ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, പീഡിയാട്രിക് ഓങ്കോളജി, നഴ്സിംഗ്, PICU, സർജിക്കൽ എന്നീ സ്പെഷ്യാലിറ്റികളിലേക്കാണ് നിയമനം. 40 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അർഹത. കുറഞ്ഞ ശമ്പളം 4,110 സൗദി റിയാൽ, അതായത് ഏകദേശം 90,000 ഇന്ത്യൻ രൂപ. തൊഴിൽ പരിചയം അനുസരിച്ച് ശമ്പളത്തിൽ വർധനവുണ്ടാകുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. വിസ, താമസ സൗകര്യം, എയർ ടിക്കറ്റ്, ഇൻഷുറൻസ് എന്നിവ സൗജന്യമായിരിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡോക്യുമെന്റ്സൊക്കെ സമർപ്പിക്കുക. ഫോട്ടോ പതിച്ച ബയോഡേറ്റ, ആധാർ, ഡിഗ്രി, രജിസ്ട്രേഷൻ, തൊഴിൽ പരിചയം എന്നിവയുടെ സർട്ടിഫിക്കറ്റ് കൂടാതെ 1 വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകൾ സഹിതം 2024 സെപ്റ്റംബർ 5-ാം തീയതിക്ക് മുമ്പ് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്ന വെബ്സൈറ്റ് gcc@odepec.in എന്ന ഇമെയിലിലേക്ക് അയയ്ക്കുക. ഈ റിക്രൂട്ട്മെന്റിന് സർക്കാർ അംഗീകൃത സർവീസ് ചാർജ് ബാധകമാണെന്നും അറിയിച്ചിട്ടുണ്ട്. ഒഡെപെക്കിന് മറ്റ് ശാഖകളോ ഏജന്റുമാരോ ഇല്ല എന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപേക്ഷിക്കുന്നവർ ഇതെല്ലാം ജാഗ്രതയോടെ അറിയുക.